നമസ്കാരം. എൻ്റെ സൗഹൃദത്തിന്റെ വില പറയാനാവാത്ത മുത്തുകളാണ് ഇവിടെ പലരും. ഇതെല്ലാം എന്നോട് കൂട്ടിയിണക്കിയിരിക്കുന്നത് റോബിൻ തിരുമല എന്ന എൻ്റെ അടുത്ത സുഹൃത്തും സഹപ്രവർത്തകനുമായ ആ സൗഹൃദമുള്ള നൂലുകൊണ്ട് തന്നെയാണ്. ഇതിലെനിക്ക് എപ്പോഴും എന്നെ ആകർഷിച്ചിട്ടുള്ളതും എന്നെ ചേർത്ത് നിർത്തുന്നതും എന്നെ സ്വാന്തനിപ്പിക്കുന്നതും ഒക്കെയാണ് മോഹൻജി. മോഹൻജിയെ ആത്മീയ ഗുരു എന്ന് വിശേഷിപ്പിക്കുമ്പോഴും ഞാൻ അദ്ദേഹത്തെ വിശേഷിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ഭൗതിക ഗുരു എന്ന് തന്നെയാണ്. കാരണം മോക്ഷമാർഗത്തെ ഉപരിയായി രക്ഷാമാർഗമാണ് മോഹൻജി മുന്നോട്ട് വയ്ക്കുന്നത്. വിശക്കുന്നവന് ആഹാരമായാലും ജോലി വേണ്ടവന് ജോലിയായാലും ഏത് രീതിയിലാണെങ്കിലും ഒരു ഭൗതിക ലോകമായ ഈ ഭൂമിയിൽ നമ്മുടെ എക്സിസ്റ്റൻസിന് പ്രാധാന്യം ഭൗതികത തന്നെയാണ്. അവിടെയാണ് മോഹൻജിയെ ഭൗതിക ഗുരുവായി തന്നെയാണ് കാണുന്നത്. പിന്നെ മോട്ടിജി ഈ സൗഹൃദ വലയത്തിലൂടെ തന്നെയാണ് എന്നിലേക്ക് എത്തുന്നത്. ഏതൊരു മനുഷ്യന്റെ പരമമായ ലക്ഷ്യം സെൽഫ് റിയലൈസേഷനാണ്. അവൻ എന്തൊക്കെയാവും, ഞാൻ സംവിധായകനാണ്, ഒരാൾ ബിസിനസ്സുകാരനാണ്, എന്തൊക്കെയാണെങ്കിലും ആ വ്യക്തി അദ്ദേഹത്തെ തന്നെ തിരിച്ചറിയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അത് പല രീതിയിലാവാം, ഭൗതികമായ അനുഭവങ്ങളാവാം, ആത്മീയമായ വഴികളാവാം. അങ്ങനെ ശക്തമായ ഒരു തിരിച്ചറിവുണ്ടായ വ്യക്തിയുടെ ശക്തമായ വെളിപ്പെടുത്തലുകൾക്ക് മാത്രമേ പ്രാധാന്യമുള്ളൂ. അങ്ങനെ ഒരു വെളിപ്പെടുത്തലാണ് ഇവിടെ ഇപ്പം മോട്ടിജി നമുക്ക് മുമ്പിൽ പ്രകാശിപ്പിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ തീക്ഷ്ണമായ അനുഭവങ്ങൾ, ആ തീക്ഷ്ണമായ അനുഭവങ്ങളിൽ നിന്നും അദ്ദേഹം എങ്ങനെ ഉയർത്തെഴുന്നേറ്റു, അത് നമുക്ക് മുമ്പിൽ വളരെ രസകരമായ രീതിയിൽ അദ്ദേഹം അവതരിപ്പിച്ചിട്ടുണ്ടാവും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. കാരണം ഞാൻ ബുക്ക് വായിച്ചിട്ടില്ല, കാരണം അദ്ദേഹവുമായിട്ടുള്ള സൗഹൃദത്തിൽ നിന്ന് അത് വളരെയധികം വ്യക്തമാണ്. ഓട്ടോ ബയോഗ്രാഫി ഓഫ് യോഗി എന്ന പോലെ തന്നെ ഓട്ടോ ബയോഗ്രാഫി ഓഫ് മോട്ടിയും ശ്രദ്ധിക്കപ്പെടട്ടെ, എന്നും നിലനിൽക്കട്ടെ. എന്നും ഇപ്പൊ മോട്ടി വന്ന് എന്റെ പുതിയ സിനിമയില് അഭിനയിക്കുന്നകൂടിയുണ്ട്, അതുകൂടി ഞാൻ ഇവിടെ വെളിപ്പെടുത്തുകയാണ്. അദ്ദേഹം പുതിയ സിനിമയിലെ മോട്ടിയുടെ മകൻ മൂസയും കേക്ക് സ്റ്റോറി എന്ന് പറയുന്ന എന്റെ സിനിമയില് അഭിനയിച്ചിട്ടുണ്ട്. സിനിമ വന്നിട്ട് ഓഗസ്റ്റിൽ റിലീസാവും, നിങ്ങൾ എല്ലാവരും കാണണം. മോട്ടിജിയുടെ പുസ്തകത്തിനും അദ്ദേഹത്തിന്റെ തുടർന്നുള്ള പ്രവർത്തനങ്ങൾക്കും എല്ലാവിധ ആശംസകളും.